വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുറത്തുവന്നു. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചെലവ് 75,000 രൂപയെന്നാണ് അനുമാനം. ദുരന്ത ബാധിതർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിവരും. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കിയ ആവശ്യങ്ങളുടെ പട്ടികയാണിതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്കുകൾ നിരത്തുന്നത്. 359 മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ കണക്കാക്കുന്നത് 2,76,00,000 രൂപ. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ചെലവ് 75,000 രൂപ. വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണത്തിനും വാഹന സൗകര്യത്തിനുമായി 14 കോടി രൂപയും താമസത്തിന് 15 കോടി രൂപയുമാണ് എസ്റ്റിമേറ്റ്. വാഹനങ്ങളിലെ ഇന്ധനത്തിന് 4 കോടി രൂപ. ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രം വിതരണം ചെയ്യാൻ 11 കോടി രൂപയാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ക്യാമ്പിൽ ഭക്ഷണ വിതരണത്തിന് 8 കോടി രൂപ. 17 ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് 7 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി രൂപ. രക്ഷാകരമായി വന്ന എയർഫോഴ്സിന് ഹെലികോപ്റ്റർ ചാർജായി കൊടുക്കേണ്ടി വരിക 17 കോടി രൂപ. ബെയ്ലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് 1 കോടി രൂപ. മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് 15 കോടി രൂപയെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വിവരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് നൽകാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ പ്രാഥമിക കണക്കിലാണിതെന്നും ദുരന്തമേഖലയിൽ ചെലവഴിച്ച തുകയല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന ചെലവ് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. 24 കൊച്ചി.